2 ദിവസം മുമ്പ് ഒരു ക്ലയൻറ്റിനെ കാണാൻ വന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസ് എന്ന് പറയുകയാണ്, നിങ്ങൾ TDS കട്ട് ചെയ്തിട്ട് ഇനിയും ബാലൻസ് ടാക്സ് അടയ്ക്കാൻ ലോട്ടറി കിട്ടിയ ലോട്ടറി എമൗണ്ട് മാത്രം അടച്ചിട്ടല്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ടല്ല റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പ്യൂർലി വരുന്നത് വിന്നിംഗ് ഫോർ ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ്, ബെറ്റിംഗ്. അപ്പം ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഹായ്, നമസ്കാരം. 2 ദിവസം മുമ്പ് ഒരു ക്ലയൻറ്റിനെ കാണാൻ വന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞ മെയ് മാസത്തിൽ, 2025 മെയ് മാസത്തിൽ. അത് പ്രൈസ് മണി വാസ് ആക്ച്വലി 1 crore. 1 കോടി രൂപ ലോട്ടറി അടിച്ച അദ്ദേഹം ഒരു ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ 1 കോടി രൂപ ലോട്ടറി അടിച്ചു. സാധാരണ നമ്മുടെ അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം ഏജൻസ് കമ്മീഷൻ അതെല്ലാം കൊടുത്തു. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDSും 30% അതും കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു എമൗണ്ട് കിട്ടി. അദ്ദേഹം സ്വസ്ഥമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസ് എന്ന് പറയുകയാണ്, നിങ്ങൾ TDS കട്ട് ചെയ്തിട്ട് ഇനിയും ബാലൻസ് ടാക്സ് അടയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മേലൊരു ഇൻട്രസ്റ്റ് കൂടെ വരുന്നു. ഇത് പലർക്കും അറിയില്ല. നമ്മളൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ടാക്സ് കൊടുത്ത് ലോട്ടറി ടിക്കറ്റിൻ്റെ എമൗണ്ടിന് മേലുള്ള ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ലയബിലിറ്റി വരുന്നില്ല എന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ധാരണ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അടുത്ത നമ്മുടെ കേരള സ്റ്റേറ്റ് ലോട്ടറി തിരുവോണം ബമ്പർ 2025 നറുക്കെടുപ്പ് ഫലം വരാൻ പോകുന്നു. അടുത്ത ദിവസങ്ങൾക്കകം ഇത് അതിൻ്റെ റിസൾട്ട് പുറത്തു വരും. തീർച്ചയായിട്ടും നിങ്ങളാകാം ഒരുപക്ഷെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. അപ്പം ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം. ആ തിരുവോണം ബമ്പറിൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25 crores ആണ്, 25 കോടിയാണ്. ചെറിയ എമൗണ്ട് അല്ല, വലിയൊരു എമൗണ്ടാണ്. അപ്പം 25 കോടി കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ലയബിലിറ്റി, അല്ലെങ്കിൽ എത്രമാത്രം എമൗണ്ടാണ് നമുക്കിതിനകത്ത് പോവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം വരുന്നത് 2025 ജൂലൈയിലെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഏജൻസ് കമ്മീഷൻ 10% കുറച്ചിട്ടുണ്ട്. 12% ആയിരുന്നു നേരത്തെ, അത് 10% കുറച്ചിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമില്ല, 2025 സെപ്റ്റംബർ 22 GSTയിൽ വന്നിട്ടുള്ള ചില അമെൻമെൻറ്റ് കാരണമാണ് ഈ ഒരു ഏജൻസ് കമ്മീഷൻ 12% നിന്നും 10% കുറച്ചത്. കാരണം 28% GST ഉണ്ടായിരുന്ന ഈ ടിക്കറ്റിന് ഇപ്പോൾ 40% ആയിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ബെയർ ചെയ്യണോ അല്ലെങ്കിൽ ഏജൻറ്റ് ബെയർ ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഏജൻസ് കമ്മീഷൻ 12% നിന്നും 10% കുറച്ചിട്ടുള്ളത്. അപ്പം 25 കോടി രൂപയിൽ നിന്ന് 10% കമ്മീഷൻ, ഏജൻറ്റ് കമ്മീഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ എത്ര വന്നു? 2.5 കോടി രൂപ വന്നു. 2.5 കോടി രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 22.5 കോടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. 22.5 കോടിയുടെ 30% സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരമുള്ള TDS, ഞാൻ നേരത്തെ പറഞ്ഞ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് 22.5 കോടിയിൽ നിന്ന് 30% ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് 6,75,00,000 രൂപ അതിൻ്റെ TDS വരും. അത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഈ ഒരു വിന്നർക്ക് ഈ എമൗണ്ട് കൈ കിട്ടുന്നത്. അത് ഏതാണ്ട് 15,75,00,000 രൂപ വരും. ഇത് TDS എന്ന് പറയുന്നത് സെക്ഷൻ 194B ആണ്. ഇൻകം ടാക്സ് ആക്ടിലെ 194B പ്രകാരമുള്ള ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ പ്യൂർലി വരുന്നത് വിന്നിംഗ് ഫോർ ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ്, ബെറ്റിംഗ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ് ഇങ്ങനെയുള്ള ഒരു മേഖലയ്ക്കുള്ള, അല്ലെങ്കിൽ അതിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ വിന്നേഴ്സിന് കൊടുക്കുന്ന പ്രൈസ് മണിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് 194B. അതിൻ്റെ ഒരു ഫ്ലാറ്റ് റേറ്റാണ് 30% എന്ന് പറയുന്നത്. ഇത്രയും എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് 15,75,00,000 രൂപ നമ്മുടെ കൈ കിട്ടും. ഇനിയാണ് ഇതിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഓണം ബമ്പർ നമുക്ക് കിട്ടുന്നത് ഈ ഒക്ടോബറിലാണ്. ഈ ഒക്ടോബറിൽ കിട്ടിയ വിന്നർ ഈ 15,75,00,000 രൂപ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ
ഫയൽ ചെയ്യേണ്ടത് 2026 ജൂലൈ 31 ആണ്. അതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഈ സമയത്ത് അല്ലെങ്കിൽ ഓൺ ഓർ ബിഫോർ 31 ജൂലൈ 2026 നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഈ സമയത്ത് ഫയൽ ചെയ്യുമ്പം ഇദ്ദേഹം ഈ ലോട്ടറി അടിച്ചിട്ടുള്ള ഈ 22.5 കോടിയാണ് അദ്ദേഹത്തിന് ഏജൻറ്റ് കമ്മീഷൻ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട്. ഈ എമൗണ്ടിൻ്റെ മേലെ 30% TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 6,75,00,000 രൂപ. ഇത് നമ്മൾ ഇൻകമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ സർചാർജ് അതുപോലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്ന ഒരു 2 സെഗ്മെൻറ്റും കൂടെ ഒരു ലയബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു സാധാരണ ബുദ്ധിയിൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിക്കൊരു ലയബിലിറ്റിയും ഇല്ല എന്നൊരു സാധാരണ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് വരുന്ന അധിക ബാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന ആ ക്ലയൻറ്റിന് വന്നുള്ളൊരു ക്ലാരിഫിക്കേഷനും കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ 22.5 കോടിയുടെ ടാക്സ് ലയബിലിറ്റി 6,75,00,000 രൂപ, ഇതിന് മേലെ 25% എന്ന് പറയുന്ന ടാക്സ് എമൗണ്ടിൻ്റെ 25% സർചാർജും കൂടെ വരുന്നുണ്ട്. 6,75,00,000 രൂപയുടെ മേലെ വരുന്ന സർചാർജ് 25%. ആക്ച്വലി അത് 37% ആണ്. ഒരു 2 കോടി രൂപയുടെ മേലെ വരുമ്പോഴാണ് സർചാർജ് വരുന്നത്. 2 കോടി രൂപ മുതൽ 5 കോടി വരെയാണെങ്കിൽ 25%, അതിന് ശേഷമാണെങ്കിൽ 37%. പക്ഷെ ഗവൺമെൻറ് അത് ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് മണി വരുമ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു വിന്നിംഗ് ഫ്രം ലോട്ടറീസ് അതുപോലെ ക്രോസ് വേർഡ് പസിൽസ് ഇങ്ങനെയുള്ള ഗാംബ്ലിംഗ് ഇതിലൊക്കെ വരുന്ന ഒരു ഇൻകത്തിൽ നിന്ന് വരുന്ന ടാക്സ് ലയബിലിറ്റിയിൽ ഈ സർചാർജ് 37 25% റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. 6,75,00,000 രൂപയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. അതിൻ്റെ മേലെയാണ് 25% സർചാർജ് വരുന്നത്. അത് 1,68,75,000 രൂപ. അപ്പം സർചാർജും ടാക്സും വരുന്ന ഓൾ ടുഗദർ വരുന്നത് 8,43,70,75,000 രൂപ. ഇത്രയും ലയബിലിറ്റി നമുക്ക് ടാക്സ് ആൻഡ് സർചാർജ് എന്നുള്ള ഒരു കാറ്റഗറിയിലുണ്ട്. കഴിഞ്ഞില്ല, ഇതിന് പുറമെയാണ് എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടി വരുന്നത്. അത് ഏതാണ്ട് 33,70,75,000 രൂപ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിലുള്ള നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 8,77,50,000 രൂപയാണ്. ഓർക്കണം, ഇതാണ് നമുക്ക് കിട്ടിയ ആ ഒരു ലോട്ടറി പ്രൈസിൽ നമുക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി. പക്ഷെ നമ്മൾ കൊടുത്തതോ 6,75,00,000 രൂപ. അപ്പോൾ ബാലൻസ് നമുക്ക് അടയ്ക്കാനുണ്ട്. ഈ ബാലൻസ് ഈ 31 എന്ന് പറഞ്ഞാൽ അടുത്ത 2026 മാർച്ച് 31 അടച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് മേലെ ഇൻട്രസ്റ്റ് വരും. സെക്ഷൻ 234B(C) എന്ന് പറയുന്ന ഇൻട്രസ്റ്റും കൂടെ ഇതിനകത്ത് വരും. അപ്പോൾ വീണ്ടും ഈ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇത്ര എമൗണ്ട് നേരത്തെ പറഞ്ഞ 30% TDS കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട്, സർചാർജ്, എഡ്യൂക്കേഷൻ സെസ് ഇതും കൂടെ കൂട്ടിയിട്ടുള്ള ലയബിലിറ്റി വരുമ്പോൾ ഏതാണ്ട് 6,75,00,000 രൂപ കഴിഞ്ഞിട്ട് 2,02,50,000 രൂപയോളം വീണ്ടും അടയ്ക്കാനായിട്ടാണ് വരുന്നത്. ഇത് 31 മാർച്ച് 2026 അടച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 234B 234C എന്ന് പറയുന്ന ഇൻട്രസ്റ്റും കൂടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എൻ്റെ മുന്നിൽ വന്ന ആ ക്ലയൻറ്റിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചത്. കാരണം ഇൻട്രസ്റ്റ് വെറുതെ കൊടുക്കേണ്ട, നിങ്ങൾ ഇത്രയും കൂടെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലയബിലിറ്റി തീരും. അപ്പം ഇത് മാത്രമല്ല, നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലോട്ടറി കിട്ടിയ ലോട്ടറി എമൗണ്ട് മാത്രം അടച്ചിട്ടല്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ടല്ല റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൻകം ഫ്രം ഓൾ സോഴ്സസ്, എല്ലാ സോഴ്സസിലുള്ള ഇൻകം കൂടെ ഒരുമിച്ച് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ മേ ബി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അടിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സാലറീഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു എന്താ പറയുക ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, റെൻ്റൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു FD ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകാം. അങ്ങനെ വരുന്ന ഈ ഒരു എല്ലാ ഇൻകം കൂടെയാണ് ഇൻകം ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യേണ്ടത്. പക്ഷേ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് സോഴ്സിലെ എല്ലാ ഇൻകവും അത് നോർമൽ റേറ്റിൽ ടാക്സ് ചെയ്ത് പോകുമ്പോൾ ഇത് സെപ്പറേറ്റ് ടാക്സേഷനാണ് വരുന്നത്. കാരണം 30% ആണ് ഫ്ലാറ്റ് റേറ്റ്, പ്ലസ് ഈ പറയുന്ന സെസ്സും സർചാർജും എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ലോട്ടറി ടിക്കറ്റ് അടിച്ചു, ഫസ്റ്റ് പ്രൈസ് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു എമൗണ്ട് കിട്ടി,
വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ലീഗൽ കംപ്ലയൻസസ് വളരെ പ്രോംപ്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് അതുമായിട്ടുള്ള ഒരു നടപടി, ഒരു നോട്ടീസോ കാര്യങ്ങളോ മറ്റോ ഒന്നും വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ എന്നെ കാണാൻ വന്ന ക്ലയൻറ്റിന് സംഭവിച്ചത്. കാരണം അദ്ദേഹം 1 കോടി രൂപ ലോട്ടറി അടിച്ചു. അന്ന് 12% 12 ലക്ഷം രൂപ ഏജൻറ്റ് കമ്മീഷൻ കൊടുത്തു. ബാക്കി കയ്യിൽ കിട്ടി. അതിൻ്റെ ഒരു എമൗണ്ട് ഏതാണ്ട് 26,40,000 രൂപയോളം പുള്ളി TDS കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 4 ലക്ഷം രൂപയുടെ അടുത്തും കൂടെ അദ്ദേഹത്തിന് ഒരു ടാക്സ് ലയബിലിറ്റി വന്നിട്ടുണ്ട്. ആ വന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാനിപ്പം വിശദീകരിച്ചത്. അപ്പം ഇതാണ് ലോട്ടറി ടിക്കറ്റും അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാലുള്ള ഒരു നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളാകാം ഭാഗ്യവാൻ, ഭാഗ്യവതി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനാവാം. അപ്പം ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ബൈ.